ഞാൻ മീഷോ വഴി ഒരു ട്രൈപോഡ് റിംഗ് ലൈറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഇത് അത്യാവശ്യമാണ്. എൻ്റെ കയ്യിൽ റിംഗ് ലൈറ്റ് ഇല്ലായിരുന്നു, പക്ഷേ സ്റ്റാൻഡ് ഉണ്ട്. അതാണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ റബ്ബർ ബാൻഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഇതുവരെ. അപ്പോൾ എൻ്റെ മൊബൈലൊക്കെ സ്ക്രീനും എല്ലാം പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ പഴയ സ്റ്റാൻഡ് വെച്ച് യൂസ് ചെയ്താൽ ഉള്ള മൊബൈലും കൂടെ അടിച്ചു പോകും. അതുകൊണ്ട് ഞാൻ പുതിയൊരു റിംഗ് ലൈറ്റും സ്റ്റാൻഡും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. റിംഗ് ലൈറ്റ് എനിക്ക് അത്യാവശ്യമാണ്, വെട്ടത്തിൻ്റെ കുറവ് ഉള്ളത് കൊണ്ട്. ഞാൻ അതങ്ങനെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനൊരു യൂട്യൂബർ ആകുമ്പോൾ ഞാൻ എന്തൊക്കെ വാങ്ങുന്നുണ്ട്, അപ്പോൾ നിങ്ങളും അത് അറിയണ്ടേ. അപ്പോൾ ഞാൻ ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ സ്റ്റാൻഡാണ് റിംഗ് ലൈറ്റിൻ്റെ. ഇതെനിക്ക് വലിയ പിടിയൊന്നുമില്ല എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയാണ് കേട്ടോ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇതെനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയെന്തോ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതാണെന്ന്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയാണ് എവിടെയെങ്കിലുമൊക്കെ സ്ക്രൂ ഉണ്ടോ ഇത് നീക്കിയെടുക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ ഒരു തിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അങ്ങനെ ഇതാണ് റിംഗ് ലൈറ്റ് കേട്ടോ. റിംഗ് ലൈറ്റ് ഇതിൻ്റെ അകത്ത് കുറേ പാർട്സൊക്കെ വരുന്നുണ്ട്. ഒരു സാധനം ഇതുപോലത്തെ എന്തോ ഒരു സാധനം, ഇതെന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല, ഒരു പിടുത്തവും ഇല്ല ഇതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന്. പിന്നെ ഇതുപോലെ റിംഗ് ലൈറ്റിൻ്റെ മറ്റേ ഒയർ വരുന്നുണ്ട്. പിന്നെ ഇത് തോന്നുന്നു മറ്റേ നമ്മുടെ മൊബൈലൊക്കെ വെക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ റിംഗ് ലൈറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു മൈക്കും കൂടെ കിട്ടിയിട്ടുണ്ട്. അത് നല്ലതാണ് കേട്ടോ മൈക്ക് കിട്ടിയത്. നമുക്ക് മൈക്ക് അത്യാവശ്യമാണ്, എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ അടിക്കാതിരിക്കാൻ ഇത് മൈക്ക് ആവശ്യമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് നമ്മുടെ മൊബൈലിൽ കണക്ട് ചെയ്യണമായിരിക്കും. ഇനി ബ്ലൂടൂത്ത് വല്ലതും കണക്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. മീഷോയിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് 733 രൂപയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് മൈക്ക് കിട്ടും, സ്റ്റാൻഡും കിട്ടും, ഇതുപോലത്തെ ഒരു റിംഗ് ലൈറ്റും കിട്ടും. അങ്ങനെ ഞാൻ ജസ്റ്റ് നമ്മളവിടെ ഒരു സ്ക്രൂ പോലത്തെ ഒരു ഇതുണ്ട് കേട്ടോ, ഇങ്ങനെ തിരിക്കുന്ന സാധനം. അത് തിരിക്കാൻ മതി, നമുക്കിങ്ങനെ താഴോട്ട് ഇറങ്ങി വരാം. പിന്നെ നമുക്ക് എത്രത്തോളം ഹൈറ്റ് വേണോ അത്രത്തോളം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, ചെറുതൊന്നുമല്ല. പിന്നെ നമ്മൾ റിംഗ് ലൈറ്റ് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാർട്സ് ഉണ്ട്. ആ പാർട്സ് ആണെങ്കിൽ ഒരു സ്ക്രൂ വരുന്നുണ്ട് നമ്മുടെ റിംഗ് ലൈറ്റ്. അപ്പോൾ അതിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം കണ്ടോ. ഞാൻ എന്നിട്ട് നല്ലപോലെ ടൈറ്റായിട്ട് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ട ഈ സ്ക്രൂ ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ പിടിയൊന്നുമില്ല. ഞാൻ ആദ്യം ഇത് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കി, അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഇതെങ്ങനെ എവിടെയൊക്കെ പിടിപ്പിക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ ഞാൻ യൂട്യൂബിലേക്ക് നോക്കിയാണ് കേട്ടോ, കുറച്ച് വീഡിയോസൊക്കെ നോക്കിയാണ് പിന്നെ വീഡിയോ കട്ട് ചെയ്തിട്ട് പിന്നെയും ഷൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കുക. ഇത് വരുന്നത് ഈ സ്ക്വയർ പീസ് പോലെ തുമ്പത്തിരിക്കുന്നില്ലേ, അതുപോലെ ഒരു ഇത് നമ്മുടെ റിംഗ് ലൈറ്റിലുണ്ട്. അവിടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളാണ് കേട്ടോ. പിന്നെ വരുന്നത് ഈ നമ്മുടെ മൊബൈൽ വെക്കുന്ന ഇതാണ്. അതിലൊരു റൗണ്ട് ബോൾട്ട് പോലത്തെ ഒരു സാധനമുണ്ട്, അത് ഊരിയെടുക്കുക. എന്നിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഈ റൗണ്ട് ഇങ്ങനെ ഈ റൗണ്ടിലോട്ട് അറ്റാച്ച് ചെയ്യുക. ആദ്യം ഞാൻ ഇട്ടപ്പോൾ കൊള്ളുന്നില്ല, ഞാൻ വിചാരിച്ചു ഇവർക്ക് ചെറുതായിപ്പോയെന്ന്. അങ്ങനെയല്ല കേട്ടോ, അത് നല്ലപോലെ നമുക്ക് ഇങ്ങനെ വിടർന്ന് വരും. അപ്പോൾ അതിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഈ താഴത്തെ ബോൾട്ട് എടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ സ്റ്റാൻഡിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ കമ്പിയിലില്ലേ, ആ കമ്പിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയൊക്കെ വേണം മൊബൈൽ അങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ റിംഗ് ലൈറ്റിൽ ഇങ്ങനെ ആദ്യമേ ഫിറ്റ് ചെയ്തിട്ട് വെച്ചാലും മതി. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കേണ്ട ആവശ്യമില്ല, എപ്പോഴും ഊരി എടുക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ എടുത്താലും മതി. എന്നിട്ട് നമ്മുടെ സ്റ്റാൻഡിൽ ഇതുപോലെ ഒരു സ്ക്രൂ വരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ അത് വെക്കാൻ പറ്റുന്നില്ല, ഈ സ്ക്രൂ ഇരുന്നുകൊണ്ടാണ് വെക്കാൻ പറ്റുന്നില്ല. അതിലൊരു സ്ക്രൂ കാണിക്കുന്നുണ്ട്, പക്ഷേ ഈ സ്റ്റാൻഡിൽ സ്ക്രൂ ഇല്ല വെക്കേണ്ടത്. പിന്നെ നോക്കിയപ്പോഴാണ് ഒരു അടപ്പ് അതിലിരിക്കുന്ന കണ്ടത്. അങ്ങനെ അടപ്പ് മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റിംഗ് ലൈറ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മൊബൈൽ സ്റ്റാൻഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വലിച്ചിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് പറ്റിയില്ല, അയ്യോ ചെറുതായിപ്പോയോ എന്ന് വരെ ഡൗട്ട് അടിച്ചു. പക്ഷേ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി, നമുക്ക് വെക്കാൻ പറ്റും.
അതിനുശേഷം ഞാൻ റിംഗ് ലൈറ്റ് പ്ലഗ് യൂസ് ചെയ്തിട്ട് കത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ് ലാസ്റ്റ് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. 3 ബാം ലൈറ്റ് ഉണ്ട്, അല്ലാത്ത ലൈറ്റ് ഉണ്ട്, ഏത് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ.